കൊല്ലത്തെ നടുക്കിയ ഉളിയക്കോവിലെ അരിങ്കൊലയുടെയും ശേഷമുള്ള ആത്മഹത്യയുടെയും ചുരുളഴിഞ്ഞു. കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരി വിവാഹബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് തേജസ് രാജിന്റെ പ്രതികാരത്തിന് കാരണം എന്നാണ് എഫ്ഐആർ. ഫെബിന്റെ സഹോദരിയെ കൊലപ്പെടുത്താൻ തേജസ് പദ്ധതിയിട്ടു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇന്നലെ ഇരുൾ പകരുമ്പോൾ കൊല്ലം നഗരം ഏറെ നാടകീയമായ കൊലപാതകത്തിനാണ് സാക്ഷിയായത്. പിന്നാലെയുള്ള ആത്മഹത്യയാണ് കൂടുതൽ ഞെട്ടിച്ചത്. പർദ്ദ ധരിച്ച് കുപ്പിയിൽ പെട്രോളുമായി തേജസ് രാജ് ഫിബിന്റെ വീട്ടിലെത്തിയത് രാത്രി 7 മണിയോടെ. തുടർന്ന് ഫിബിന്റെ അച്ഛനുമായി വാക്കുതർക്കം. ഇത് കണ്ട് തടയാനെത്തിയ ഫിബിനെ തേജസ് കുത്തുകയായിരുന്നു. ഫിബിനെ കുത്തിയതിനു ശേഷം കാറെടുത്ത് രക്ഷപ്പെട്ട പ്രതി കൈഞ്ഞിരമ്പ് മുറിച്ച ശേഷം ട്രെയിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. കൊല്ലപ്പെട്ട ഫിബിന്റെ സഹോദരിക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചതാണ് മാതാപിതാക്കളോടുള്ള തേജസിന്റെ വിരോധത്തിന് കാരണമെന്ന് എഫ്ഐആർ. സ്കൂൾ കാലം മുതൽ തുടങ്ങിയ സൗഹൃദം വിവാഹത്തിൽ വരെ എത്തിയെങ്കിലും ഒടുവിൽ ജോലി ലഭിച്ചതോടെ ഫെബിന്റെ സഹോദരി ഇതിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ഇതോടെയാണ് തേജസിന് പകയുണ്ടായെന്നാണ് പോലീസ് കണ്ടെത്തൽ. അവർ ഫാമിലീസ് തമ്മിൽ അടുപ്പമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഐ തിങ്ക് വിക്ടിം ആസ് വെൽ ആസ് ദോസ് ഇൻവോൾവ്ഡ് വി ഷുഡ് റെസ്പെക്ട് ദെയർ പ്രൈവസി. IO is ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് അതിനെ കൊണ്ടുപോകും. പ്രതിയായ തേജസ് രാജ് ലക്ഷ്യമിട്ടത് ഫെബിന്റെ സഹോദരിയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനായിരുന്നു പദ്ധതി. ഫെബിന്റെയും തേജസിന്റെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 കൊല്ലം.